ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്നാക്സ് ഐറ്റം നോക്കിയാലോ. വൈകുന്നേരം ആയപ്പം ഗൗരിയാണ് കരാട്ടെ ക്ലാസ് പോയിരിക്കുക. ഗൗരി കരാട്ടെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പം ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ സ്നാക്സ്. ഓക്കെ, വേറൊന്നുമല്ല, നമ്മുടെ ഏത്തക്ക ബജ്ജി ഉണ്ടാക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഏത്തക്ക ബജ്ജി ഉണ്ടാക്കാനേ നമുക്ക് ആദ്യം വേണ്ടത്, ഞാൻ ആദ്യം കാണിച്ചല്ലോ നിങ്ങളെ, ഏത്തക്ക വേണം. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ആണിത്. എന്താണ്, നമ്മുടെ കടലമാവാണേ. കുറച്ച് കടലമാവ്, എന്നിട്ട് ആ കടലമാവിലേക്ക് ലേശം ആവശ്യത്തിന് ഉപ്പിടുക. ഓക്കെ, എന്നിട്ട് ഇത്തിരി മുളക് പൊടി, ഇത്തിരി കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ് ഒരുപാട് ഇടണ്ട. ജസ്റ്റ് കാശ്മീരി മുളക് പൊടിയാണ്, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലേശം ലേശം വെള്ളമായിട്ടേ ഒഴിക്കാവുള്ളൂ. ഒരുപാട് വെള്ളം ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കട്ട കൂടിപ്പോവും. പിന്നെ ലൂസായി പോയി കഴിഞ്ഞാൽ അതും പറ്റില്ല. നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാൻ. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഇത് നമ്മൾ നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ എവിടെയൊക്കെ ആയിട്ട് പിടിച്ചിരിക്കും. ഓക്കെ, നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഓൾറെഡി കടലമാവിലൊക്കെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഇത്തിരി ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണേ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ കട്ട കൂടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ലേശം വെള്ളം ഒഴിച്ച് നമ്മളത് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇതുപോലെ നമ്മൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമ്മളിങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണേ. ഒരു ലേശം പൊടിക്ക് വെള്ളവും കൂടെ ആവാൻ തോന്നുന്നു. ഓക്കെ, ഞാൻ ഇച്ചിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഒട്ടും കട്ടകളില്ലാതെ കിട്ടണം. എന്നാലും മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ചിലർ സോഡാപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്. അതൊന്നും ചേർത്തില്ലെങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ ഉപ്പും മുളക് പൊടിയും മാത്രം ചേർത്ത് നമുക്കിങ്ങനെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കായ റെഡിയാക്കി എടുക്കണം. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു 3-4 കായ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി എങ്ങനെയാണ് അത് പീൽ ചെയ്തെടുക്കുന്നത്, തൊലിയൊക്കെ കളഞ്ഞ് രണ്ട് സൈഡും കണ്ടിച്ചിട്ട് നമുക്കിത് പീൽ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് അങ്ങനെ കളയണ്ട. ജസ്റ്റ് ഒരുമാതിരി നമ്മൾ ജസ്റ്റ് ആ പീലറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കളഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുക, അതായത് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മൾ ഏത്തയ്ക്കാപ്പത്തിനൊക്കെ എടുക്കുന്ന പോലെ അതിൻ്റെ അത്ര ഏത്തയ്ക്കാപ്പത്തിന് നമ്മൾ കുറച്ചും കൂടെ കട്ടിക്കാണ് അരിയുക. അത്രയും കട്ടിക്ക് അരിയണ്ട, സ്ലൈസ് ആയിട്ട് എടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, ഇതുപോലെ കനം കുറച്ച് സ്ലൈസ് ആക്കി എടുക്കണം. ഓക്കെ, ഇങ്ങനെ സ്ലൈസ് ആക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ബാക്കിയുള്ള കായം കൂടെ സ്ലൈസ് ചെയ്ത് വയ്ക്കാം. ഇതവിടെ ഞാൻ കായെല്ലാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കനം കുറച്ച് സ്ലൈസ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇത് ഈ ബാറ്ററിൽ മുക്കി നല്ല ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ ഏകദേശം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പയ്യെ അത് കോരിയെടുക്കാൻ പോവാണ്. ഇപ്പം നല്ല കളറായിട്ടുണ്ട് നമ്മുടെ ബജ്ജിക്ക്. നല്ല നിങ്ങൾക്ക് എത്രത്തോളം കളർ അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല രീതിയിൽ പൊരിഞ്ഞിട്ടുണ്ട് അപ്പുറം ഇപ്പുറം. ഇനി നമുക്കത് കോരിയെടുക്കാം. നമ്മുടെ ബജ്ജി ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കോരിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ളതും വറുത്തെടുക്കാം. അതിനായിട്ട് ബാക്കി കായും നമുക്കിങ്ങനെ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇടാം. ഇട്ടിട്ടുണ്ട്. കായൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളിത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.